ഹലോ, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ലെക്ചറാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പലരെയും കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താണ് കാര്യം വിട്ടുപോകണ്ട എന്ന് വിചാരിച്ചു. സോ അന്നടുത്ത ലെക്ചർ എൻ്റെ കുറച്ച് ലെക്ചർ നോട്ട്സ് വെച്ചിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, സോ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പ് വി ഹാവ് ടു ടോക്ക് അബൌട്ട് വാട്ട് എ സിസ്റ്റം ഇസ്. ബേസിക്കലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ interconnection of physical components, right? Let that be aside, even ആ ഒരു എലമെൻ്റ് ഇല്ലെങ്കിലും എന്താണ്, ഇറ്റ് ഷുഡ് ഹാവ് സം സോർട്ട് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വേണം ഫോർ സം ഇൻപുട്ട്, അല്ലേ? ഈ കിട്ടുന്ന ഔട്ട്പുട്ട്, വാട്ട് എവർ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് വാട്ട് എവർ പ്രോപ്പർ ഔട്ട്പുട്ട് വി ആർ ഗെറ്റിംഗ്, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി എ ഡിസൈർഡ് ഔട്ട്പുട്ട്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട്, എന്തെങ്കിലും ഔട്ട്പുട്ട് ഉണ്ടാവും സിസ്റ്റം ആണെങ്കിൽ, പക്ഷെ നമുക്ക് വേണ്ടതാവാം വേണ്ടാതാവാം. ബട്ട് വെൻ വി ആർ കമ്മിങ് ടു കൺട്രോൾ സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ്, അതിൽ ഔട്ട്പുട്ട് ഉള്ള ഔട്ട്പുട്ട് ഇറ്റ് വിൽ ബി എ ഡിസൈർഡ് ഔട്ട്പുട്ട്. ഈ ഡിസൈർഡ് ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന്? ബൈ യൂസിങ് എ കൺട്രോളർ ഓർ എ റെഗുലേറ്റർ. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് പറയാനുള്ള എ ഫാൻ വിത്തൗട്ട് ബ്ലേഡ്സ്, അതായത് ബ്ലേഡ്സ് ഇല്ലാത്ത ഫാൻ, അത് ജസ്റ്റ് മോട്ടർ മാത്രം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് കറങ്ങും, പക്ഷേ നമുക്ക് കാറ്റൊന്നും കിട്ടില്ല. സോ നമുക്ക് ടാഞ്ചിബിളായിട്ട് ഔട്ട്പുട്ട് ഇല്ല, റൈറ്റ്? ദാറ്റ് ഈസ് വി ഡോണ്ട് ഹാവ് എനി പ്രോപ്പർ ഔട്ട്പുട്ട്. സോ ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഫോർ സംതിങ് വിച്ച് ഈസ് നോട്ട് എ സിസ്റ്റം. നോട്ട് എ സിസ്റ്റം ഈസ് എ ഫാൻ വിത്തൗട്ട് ബ്ലേഡ്സ്. എന്നാൽ ഒരു ഫാന് ബ്ലേഡ്സ് ഉണ്ട്, അപ്പം നമുക്കതിൽ ഔട്ട്പുട്ട് കിട്ടും, വി ഗെറ്റ് എ പ്രോപ്പർ ഔട്ട്പുട്ട്, കാറ്റ് കിട്ടും. പക്ഷേ ഇറ്റ് മേ നോട്ട് ബി ഓർ മേ നോട്ട് ബി എ ഡിസൈർഡ് ഔട്ട്പുട്ട്, കാരണം നമുക്ക് ചിലർ കാറ്റ് കൂടുതൽ വേണം, കുറവ് വേണം. സോ ദിസ് ഈസ് എ സിസ്റ്റം. ദെൻ ദർ ഇസ് എ തേർഡ് കേസ്, ഫാനിന് ബ്ലേഡും ഉണ്ട്, റെഗുലേറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, അതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് വേണ്ട ഫാൻ യൂസ് ചെയ്ത് വേണ്ട സ്പീഡ് നമുക്ക് റെഗുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യും. സോ ദിസ് ഈസ് എ കൺട്രോൾ സിസ്റ്റം, റൈറ്റ്? ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ്, ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഈ സിസ്റ്റത്തിൻ്റെ ഫീഡ്ബാക്ക് എന്നുള്ള കോൺസെപ്റ്റ്. യു ഗൈസ് ഹാവ് സ്റ്റഡീഡ് ഫീഡ്ബാക്ക്, റൈറ്റ്? അതായത് നമ്മുടെ ഇൻപുട്ട് എടുത്ത് തിരിച്ച് റെഫറൻസ് ആയിട്ടൊരു ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഇഫ് വി ആർ നോട്ട് യൂസിങ് എ ഫീഡ്ബാക്ക്, ഇറ്റ് ഈസ് എൻ ഓപ്പൺ ലൂപ്പ് control system. Open loop, okay, implies no feedback. Then there is a closed loop control system. It means it has a feedback. See, feedback വരുന്നുണ്ട്. And the thing is, whenever we are talking about control system, ഇൻപുട്ട് എന്ന് പറയുന്നത് റെഫറൻസ് ഇൻപുട്ടാണ്. അതായത് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ മാറ്റണം എന്നുള്ള ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, റെഫറൻസ്. ആൻഡ് ദാറ്റ് റെഫറൻസ് ഇൻപുട്ട് ഇറ്റ് കംസ് ടു എ കൺട്രോളർ, ഓക്കെ? അതായത് ഫോർ എക്സാമ്പിൾ യു ക്യാൻ തിങ്ക് ഓഫ് ദിസ് ആസ് ദ റെഗുലേറ്റർ ഓഫ് ദ ഫാൻ ആൻഡ് ദ പ്രോസസ് ആസ് ദ ഫാൻ ഇറ്റ് സെൽഫ്. ഈ കൺട്രോളറിൽ നിന്ന് പോകുന്ന സിഗ്നൽ അനുസരിച്ചാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളറിൻ്റെ പർപ്പസ് എന്താണ്? ഈ പ്രോസസ്സ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണോ, ഡിസൈഡ് ഔട്ട്പുട്ട് എന്താണോ അത് ചേഞ്ച് ചെയ്യാനായിട്ട് അത് വരുന്ന രീതിയിലുള്ള ഇൻപുട്ട് പ്രോസസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് കൺട്രോളിൻ്റെ പർപ്പസ്, ഡിപ്പെൻഡിങ് ഓൺ ദ റെഫറൻസ് ഇൻപുട്ട്. ക്ലോസ് ലൂപ്പ് സർക്യൂട്ടിൽ കൺട്രോൾ സിസ്റ്റത്തിൽ വരുമ്പോൾ ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ദ പർപ്പസ് ഓഫ് ദ കൺട്രോളർ ഇസ് നോട്ട് ടു മേക്ക് ദ പ്രോസസ് ഫങ്ഷൻ ഫോർ എ റെഫറൻസ് ഇൻപുട്ട്. റെഫറൻസ് ഇൻപുട്ടിന് വേണ്ടിയിട്ടല്ല ഇതിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത്. പകരം ഈ എറർ ഉണ്ടല്ലോ, എറർ ഈസ് റെഫറൻസ് ഇൻപുട്ട് മൈനസ് ദ ഔട്ട്പുട്ട് വിച്ച് ഇസ് ഫെഡ് ബാക്ക്. ആ എററിനെ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഐഡിയയിൽ സീറോ ആക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണ് പ്രോസസ്സിലേക്ക് ഇതിൽ ഈ നമ്മുടെ കൺട്രോളർ കൊടുക്കുന്നത്, ഓക്കെ? ദാറ്റ് ഈസ് വൺ തിങ് റിഗാർഡിങ് ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് ഫീഡ്ബാക്ക്, ഓക്കെ? ഇതാണ് റെഫറൻസ് ഇൻപുട്ട് ഈസ് ഐദർ ഈക്വൽ ടു ഓർ പ്രൊപ്പോർഷണൽ ടു ദ desired output, right?
എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് എക്സാമ്പിൾ ഫാനാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്താണ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഔട്ട്പുട്ട്. കണ്ടോ, ഇവിടെ നിന്ന് തിരിച്ച് വരുന്നില്ല, ഔട്ട്പുട്ട് എന്താണെന്നുള്ള മെഷർ ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഔട്ട്പുട്ട്. അതായത് കൺട്രോളർ ആക്ഷൻ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഔട്ട്പുട്ട്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാനുള്ള ഓട്ടോമാറ്റിക് അയൺ ബോക്സ്. റൈറ്റ്, ടെമ്പറേച്ചർ ഒരു പരിധി കൂടുതൽ കൂടുമ്പോൾ അത് സ്വിച്ച് ഓഫ് ആവും. പിന്നെ വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോഴേ അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് ഓൺ ആവുള്ളൂ. റൈറ്റ്, മൂവിങ് ഓൺ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, മിസ് ചെയ്ത് പോയവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ. ഫീഡ്ബാക്കിൻ്റെ ഒരു ഫോർമൽ ഡെഫിനേഷനാണ് മെക്കാനിസം വിച്ച് കമ്പയർസ് റെഫറൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് റെഫറൻസ് ഇൻപുട്ട് so that appropriate controller action is taken to make error equal to 0 or minimize error. Okay, error 0 ആണെങ്കിൽ system is stable and makes desired output. Let that be. One more thing is ideal feedback എന്ന് പറയുന്നത് it is a unity gain negative feedback. Okay, ideal feedback is a unity gain negative feedback. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരികയാണ് അല്ലെങ്കിൽ സിസ്റ്റം തരികയാണ്, ഇറ്റ് ഈസ് mention that it is a closed loop system, but they are not given you, or they are not telling you what the type of feedback is. അങ്ങനെയാണെങ്കിൽ you can assume that it is a unity gain negative feedback unless and otherwise specified. Okay, the other thing is that maximum gain of feedback is 1. എന്ന് വെച്ചാൽ when we are considering this feedback, ഇവിടെ നിന്നുള്ള ഒരു സാമ്പിൾ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാമെന്നേ ഉദ്ദേശമുള്ളൂ. ഇതിന് ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. റൈറ്റ്, സോ മാക്സിമം ഗെയിൻ 1. മാക്സിമം ഗെയിൻ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള അതുപോലെ കൊടുക്കും. അതാണ് ഫീഡ്ബാക്കിൻ്റെ ഒരു മെക്കാനിസം. ഓക്കെ, now let's move on to the next topic, which is transfer function. So what is the transfer function? It is a mathematical equivalent model of a system. Okay, the other thing is that whenever we're talking about order of transfer function, അതിനൊരു വേറെ ഡെഫിനിഷൻ ഉണ്ട്. ബട്ട് ഓർഡർ ഓഫ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര സ്റ്റോറേജ് എലമെൻ്റ് ഉണ്ടെന്നുള്ളത് പോലെ ഇരിക്കും, നമ്പർ ഓഫ് സ്റ്റോറേജ് എലമെൻറ്റ്സ്. സ്റ്റോറേജ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി റിയലൈസ് ചെയ്യുന്ന സ്റ്റോറേജ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇൻഡക്ടറും കപ്പാസിറ്ററും. റൈറ്റ്, അതായത് ഫിസിക്കലി നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ് നമ്മൾ ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സാണ് നമ്മൾ ഈ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Right, then what is the transfer function? It is the ratio of Laplace transform of output to Laplace transform of input when initial values are 0. Okay, and it is defined for an LTI system. Why LTI system? And before that, the inverse Laplace transform of a transfer function will be the impulse response. Impulse response of the system. Okay, then LTI system എന്ന് പറഞ്ഞാൽ എന്താണ്? It should be linear, it should be time invariant. Okay, linearity എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് RLC കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ ടൈം ഇൻവേരിയൻസ്, അതായത് നമ്മളൊരു ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നിങ്ങൾ നെറ്റ്വർക്ക് തിയറി പഠിച്ചിട്ടുള്ള സൂപ്പർ പൊസിഷൻ തിയറം ഫോളോ ചെയ്യണം, ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം, അഡിറ്റിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ടൈം ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ടൈമിൽ കുറച്ച് നേരത്തെ കൊടുത്താലോ കുറച്ച് താമസിച്ച് കൊടുത്താലോ ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നലിൻ്റെ ഷേപ്പ് മാറാൻ പാടില്ല. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇത് T = എവിടെ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഷിഫ്റ്റ് ചെയ്യാനേ പാടുള്ളൂ. ഈ ബേസിക് നേച്ചർ ഓഫ് ദ ഔട്ട്പുട്ട് മാറാൻ പാടില്ല. ദാറ്റ് ഇസ് ടൈം ഇൻവേരിയൻസ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫിസിക്കൽ നമുക്ക് ഇലക്ട്രിക്കലി റിയലൈസബിൾ ആയിട്ടുള്ള സാധനമാണ് ഒരു RLC നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ഇമ്പൾസ് റെസ്പോൺസ്, എന്താണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റം റെസ്പോൺസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ നാച്ചുറൽ റെസ്പോൺസ് ഓർ ഫ്രീ ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഓക്കെ,
വെറും ഫോഴ്സ്ഡ് റെസ്പോൺസ് വേറെ ഉണ്ട്. ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് മാത്രം പറയുന്ന വേറെ ഉണ്ട്. അത് നമ്മൾ മറ്റെന്ത് ഇൻപുട്ട് കൊടുത്താലും, സ്റ്റെപ്പ് ആണെങ്കിലും റാമ്പ് ആണെങ്കിലും ട്രയാങ്കുലർ ആണെങ്കിലും വാട്ട് എവർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഇഫ് ദ ഇൻപുട്ട് ഇസ് ജസ്റ്റ് ആൻ ഇമ്പൾസ്, ഇറ്റ് ഇസ് എ free forced response. There is a slight difference, remember please. Okay. 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 Open loop transfer function, അതായത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എസ് ഏതാണ് നമ്മുടെ ഈ ഒരു പാത്ത്. ഇതാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതിനെ മൊത്തം നമ്മൾ വിളിക്കുന്നതാണ് എന്താണ് ജി ഓഫ് എസ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് വിളിക്കും? ബേസിക്കലി നമ്മൾ ഈ ഫോർവേഡ് പാത്തിലുള്ളതിന് വി കോൾ ഇറ്റ് ആസ് ജി ഓഫ് എസ്, ആൻഡ് ഈ റിവേഴ്സ് പാത്തിലുള്ളതിന് വി കോൾ ഇറ്റ് ആസ് എച്ച് ഓഫ് എസ്, റൈറ്റ്. ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ ഒരു കൺട്രോൾ സിസ്റ്റം ലാംഗ്വേജിലുള്ള ഒരു ഇത് എന്താണ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക്, ആൻഡ് ദിസ് ഇസ് ദ ഫോർവേഡ് പാത്ത്. ഓക്കെ, വിൽ ഡീൽ വിത്ത്, ഞാനിപ്പോൾ പറയാത്തത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, വിൽ ഡീൽ വിത്ത് ഇൻ ഡീറ്റെയിൽ വെൻ വി കം ടു ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, എനിവേ, ഓക്കെ, സപ്പോസ് വി ഹാവ് ജി ഓഫ് എസ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ കോൺസ്റ്റൻറ്റ് കെ which is the system gain, which is called as a system gain, then into 1 plus s into tau 1 into 1 plus s into tau 2, etc. up to whichever terms are there, then divided by s to the power of n into 1 plus s into tau a into s 1 plus s into tau b, etc. ഇതിൽ ടോ എന്ന് പറയുന്നത് സിസ്റ്റം ടൈം കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ ഫാസ്റ്റ് ഓർ സ്ലോ ദ സിസ്റ്റം ഇസ്. കെ ഇസ് ദ സിസ്റ്റം ഗെയിൻ. And then n is called as the type of the system. Type അതായത് ഈ s to the power of n. So that determines, എന്താണ് type of the system determines what are the number of poles at origin. Okay, and order determines total number of poles. Okay, and the other thing is that type order എന്ന് പറയുന്ന ഈ രണ്ട് parameters, these are all parameters. It is defined only for an open loop system, right? അതായത് ഇപ്പോൾ ക്ലോസ് ലൂപ്പ് ആയിട്ടാണ് സിസ്റ്റം വരുന്നതെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഫൈൻഡ് ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്ലോസ് ലൂപ്പ് സിസ്റ്റം, അസ്യൂമിങ് ദാറ്റ് ദ ഫീഡ്ബാക്ക് ഈസ് യൂണിറ്റി. വിൽ സീ ദാറ്റ്. ഓക്കെ, എനിവേ റിമെമ്പർ ഇത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ഗെയിൻ ടൈപ്പ് ആൻഡ് ഓർഡർ ഫോർ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്. സോ സി ഓഫ് എസ് എന്തായിരിക്കും? ഔട്ട്പുട്ട് ആയിരിക്കും. ആർ ഓഫ് എസ് എന്തായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും. ഈക്വൽ ടു 10 into s plus 5 the whole square divided by s cube plus s plus 2 the whole square into s plus 3, right? സോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഇതിനെല്ലാം 1 പ്ലസ് സംതിങ് ഇൻറ്റു എസ് എന്നുള്ള ടേംസിലാക്കണം. സോ ഇവിടെ നിന്ന് 5 പുറത്തെടുത്തു. സോ എസ് ബൈ 5 ഇവിടെ 5 സ്ക്വയർഡായി. ഇവിടെ നിന്ന് 2 പുറത്തെടുത്തു. ഇവിടെ നിന്ന് 3 പുറത്തെടുത്തു. സോ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കോൺസ്റ്റൻറ്റ് ടേംസിൻ്റെ ഇത് കോൺസ്റ്റൻറ്റ് ടേംസിൻ്റെ എല്ലാം പ്രോഡക്റ്റാണ്, റൈറ്റ്? ആൻഡ് ടൈം കോൺസ്റ്റൻസ് ആർ, ഇത് ഡിഫറെൻറ്റ് ടോസ് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. സോ 1/5, 1/2 ആൻഡ് 1/3. What is the type of the system? ഈ എസിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന എസിൻ്റെ പവർ, ദാറ്റ് ഇസ് എസ് ഈക്വൽ ടു 0, ഒറിജിനിലുള്ള പോളിൻ്റെ പവർ 3. ആൻഡ് വാട്ട് ഇസ് ദ ഓർഡർ ഓഫ് ദി സിസ്റ്റം? താഴെയുള്ള ഹൈയസ്റ്റ് ടോട്ടൽ പവർ, താഴെയുള്ള മാക്സിമം പവർ എന്ന് വെച്ചാൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ 3 + 2 + 1 is 6. കാരണം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് ഇൻറ്റു എസ് ടു ദ പവർ ഓഫ് 6 എന്ന് വരും. That is the highest power in the denominator. That is what do you say? That is the order of the system. Okay.
അപ്പോൾ ഇത് നമ്മളൊരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. സോ ലെറ്റ്സ് see the next question. Find type and order for closed loop transfer function. C of s by r of s equal to 2s plus 10 divided by s to the power of 5 plus 9 into s to the power of 4 plus 7 into s to the power of 3 plus 5 into s to the power of 2 plus 2s plus 10. Okay. So, നിങ്ങൾ ഈ ഒരു ഫോമിൽ a by 1 plus a beta നിങ്ങളുടെ സർക്യൂട്ട്സ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫീഡ്ബാക്ക് ഉള്ളൊരു സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇക്വേഷൻ. ഓക്കെ, അതേ കാര്യം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ വി യൂസ് ജി ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ബി വി യൂസ് എച്ച്. And here, since like we mentioned earlier, we have to consider this to be a unity negative feedback, beta becomes 1 or h becomes 1. So basically what are we doing? This whole thing, it is equal to g by 1 plus g. അതിന് ഞാൻ ജസ്റ്റ് എന്താ എക്സ് എന്നിടുന്നു മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. അത് നമുക്ക് ഇതിൽ നിന്ന് ജി ആണ് കിട്ടേണ്ടത്. അത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഇതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾജിബ്രിക് മാനിപ്പുലേഷൻസ് നടത്തിയാൽ വി വിൽ ഗെറ്റ് ജി ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ്, വേർ എക്സ് ഇസ് ദിസ് ഹോൾ ടേം. ആൻഡ് അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ എക്സ് ഇൻ ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് ജി ഓഫ് എസ് ഈക്വൽ ടു 2s plus 10 by s to the power of 5 plus 9 into s to the power of 4 plus 7 into s to the power of 3 plus 5s squared equal to എന്താണ് 10 into സംതിങ്. നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പും ഓർഡറും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ മാറ്റണമെന്നില്ല. ഓക്കെ, താഴത്തെ ഇതാണ് ഡിനോമിനേറ്ററിലാണ് നമുക്ക് സിഗ്നിഫിക്കൻറ്റ്. സോ നമ്മൾ എന്താണ് നമുക്ക് മാക്സിമം പുറത്ത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന എസിൻ്റെ ടേം എസ് സ്ക്വയർഡ് ആണ്. സോ ദാറ്റ് വി ടേക്ക് ഇറ്റ് ഔട്ട്. എസ് സ്ക്വയർഡ് ഇൻറ്റു എസ് ക്യൂബ് പ്ലസ് 9s squared plus 7s plus 5 എന്ന് വരും. Therefore, the type is the power of this s, which is 2. Order is the highest power, which is s squared. Right. രണ്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ. ജസ്റ്റ് ഒരു ഡെഫിനേഷനാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് നമ്മൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ സീറോക്ക് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഡിനോമിനേറ്റർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഇക്വേറ്റഡ് ടു 0. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? എസ് ടു ദ പവർ ഓഫ് 5 പ്ലസ് 9s ടു ദ പവർ ഓഫ് 4 പ്ലസ് 7s ക്യൂബ് പ്ലസ് 5s സ്ക്വയർഡ് പ്ലസ് 2s പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ജസ്റ്റ് അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ താഴെയുള്ളത് തന്നെ എടുക്കണം. ഡിനോമിനേറ്റർ എന്താണ്? ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് ആണല്ലോ ഡിനോമിനേറ്റർ. അതുകൊണ്ടാണ് 1 പ്ലസ് ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ആൻഡ് റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആർ പോൾസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, റിമെമ്പർ ദിസ്. ദെൻ poles affect system response and stability, not zeros. അല്ലേ? അത് ഓബ്വിയസ്ലി ആണ്. കാരണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ടൈം റെസ്പോൺസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പോൾസ് ആഡ് ചെയ്യുമ്പോൾ മുകളിൽ വരുന്ന സാധനമാണ് സീറോസ്. അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഈ ഓപ്പൺ ലൂപ്പ് സീറോസ് എങ്ങനെയാണ് ക്ലോസ് ലൂപ്പ് സീറോസിന് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഇതാണ്. അത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ k ഇൻറ്റു ഓപ്പൺ ലൂപ്പ് സീറോസ് ഡിവൈഡ് ബൈ ഓപ്പൺ ലൂപ്പ് പോൾസ് ആണെങ്കിൽ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിച്ച് ഇസ് g by 1 plus g will be equal to k into open loop zeros divided by open loop poles plus k into open loop zeros ആയിരിക്കും. അപ്പോൾ ഓപ്പൺ ലൂപ്പ് സീറോസ് നമ്മുടെ ക്ലോസ് ലൂപ്പ് പോൾസിനെ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഇസ് ക്ലോസ് ലൂപ്പ് സ്റ്റെബിലിറ്റിയെ എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, that's a simple thing regarding characteristic equation. Now let's move on to the next thing, which is time constant. Tau എന്ന് പറയുന്ന സാധനം. So it determines how fast or slow the system is. If it is tau is very very large, system is slow. The other thing is that എന്താണ്, we are introducing something called as TSS. Okay, TSS is
time for steady state. Okay, time for steady state. Ideally, TSS is infinity, or theoretically that is നമ്മളൊരു എന്താണ് സാധനം ഓൺ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ ഇൻഫിനിറ്റിയിലാവണം എന്നാണ് പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കലി when it comes to real life or whenever we are doing some sort of calculation, we take steady state time as 5 tau. Okay, 5 tau. tau എന്താണ്, ഏത് ടൈം കോൺസ്റ്റൻ്റ് ആണ്? നമ്മൾ നേരത്തെ കണ്ടതിൽ 5 ടൈം കോൺസ്റ്റൻറ്റ് 3 ടൈം കോൺസ്റ്റൻ്റ് ഒക്കെ ഉണ്ടല്ലോ. സോ വിച്ച് ടൈം കോൺസ്റ്റൻ്റ് are we considering? This tau is equal to -1 by real part of dominant pole. Okay, so the question comes, what is a dominant pole? Dominant pole is the pole which is closest to the imaginary axis, that is slowest response of the pole. Okay, and then there is another concept, insignificant pole. Pole for the pole which is farthest away from the imaginary axis, and it is having the fastest response. ഈ farthest away ആയാൽ മാത്രം പോരാ, ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ടൈം ടോ ഇൻസിഗ്നിഫിക്കൻറ്റ് പോൾ, അതായത് ഫർദസ്റ്റ് അവേ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡോമിനൻറ്റ് പോൾ അല്ലാത്ത പോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ കറസ്പോണ്ടിങ് ടൈം കോൺസ്റ്റൻറ്റ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1/5 ഇൻറ്റു ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ഡോമിനൻറ്റ് പോൾ. ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എന്താണ് നമുക്കൊന്നിനെ ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് പോളായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ളത് ഈ നമ്മുടെ ഈ റെസ്പോൺസസ്, അതായത് ടൈം റെസ്പോൺസസ് ഈ പോൾസും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് റിയൽ പാർട്ട് ഓഫ് പോൾസ് അത് എക്സ്പോണൻഷ്യൽ പവേഴ്സ് ഓഫ് ആയിരിക്കും ഇമ്പൾസ് റെസ്പോൺസ്. ഇമാജിനറി പാർട്സ് അത് സൈൻ ആൻഡ് കൊസൈൻ ആയിരിക്കും ടൈം റെസ്പോൺസിൽ. അത് ഒരു ഇതിൽ റിപ്പീറ്റ് ചെയ്ത് പോൾസ് വരികയാണെങ്കിൽ അതെന്താണ്, ടി എന്നുള്ള ടേം വരും നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസിൽ. കറക്റ്റായിട്ട് കാണുന്നത്, അതായത് 1/s+a എന്ന് പറയുന്ന ഒരു പോൾ, ഇറ്റ് കറസ്പോണ്ട്സ് ടു അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, e⁻−80. ദാറ്റ് ഈസ് റിയൽ ആക്സിസിലുള്ള ഒരു പോള് ഇറ്റ് കറസ്പോണ്ട്സ് ടു എന്താണ്, ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ. ലെഫ്റ്റ് സൈഡിൽ ഇത് റൈറ്റ് സൈഡിലുള്ള പോളാണെങ്കിലോ, അതായത് ഇങ്ങനെ ഒരു പോളാണെങ്കിലോ സിസ്റ്റം സ്റ്റേബിൾ അല്ല, ഓബ്വിയസ്ലി ഇറ്റ് കറസ്പോണ്ട്സ് ടു ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ അല്ല, നമുക്ക് റെലവൻ്റ് അല്ല എന്നാണ് ജസ്റ്റ് മെൻഷൻഡ്. ഓക്കെ, സൈൻ BT, അതായത് b/a² + b² എന്നുള്ള സംതിങ് ലൈക്ക് ദിസ്, ഇറ്റ് കറസ്പോണ്ട്സ് ടു എ സൈൻ ടേം. ആൻഡ് ദ മെയിൻ തിങ് ഇസ് എ സൈൻ ടേം വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് പോൾസ് ആണെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി ലൈങ് ഇൻ ദ പ്യൂർലി ഇമാജിനറി ആക്സിസ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ആയിട്ട് ഇമാജിനറി ആക്സിസിൽ കിടക്കുന്ന പോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു എ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് സിനുസോയിഡ്. ദെൻ ദർ ഇസ് b/s+a² + b² എന്ന് പറയുന്ന സിമിലർ ടേം വരുന്ന കറസ്പോണ്ട്സ് ടു ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ e⁻−80 ഇൻറ്റു സൈൻ BT. അതായത് ഈ ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ ആ സൈനുസോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. പോൾസ് നോക്കുമ്പോൾ എന്താണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്, പക്ഷേ ഇമാജിനറി ആക്സിസിലല്ല, അതായത് അതിനൊരു റിയൽ പാർട്ടും കൂടെ വരും, EA. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്താണ്, ഇതാണ് ബേസിക്കലി നിങ്ങൾ കൂടുതൽ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന പാറ്റേൺസ് ഓഫ് പോൾസ് ആൻഡ് സീറോ പോൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത് കൂടുതൽ വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ ഓഫ് C/s/R(s) = 1/s+1 × s+10. അതായത് നമുക്കൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം തന്നിട്ടുണ്ട്, അത് നമുക്ക് ഫസ്റ്റ് ഓർഡർ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഓൾസോ ഫൈൻഡ് ദ സിസ്റ്റം ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ വി ഹാവ് G(s). ഇത് കുറച്ച് ഹാപ്പസൈഡായിട്ടാണ് എഴുതിയേക്കുന്നത്, ഇത് ഞാൻ എൻ്റെ പർപ്പസിന് ഉണ്ടാക്കിയ നോട്ടാണ്. സോ കുറച്ച് അവിടെ ഇവിടെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഫോളോ മീ. G(s) = 1/s+1 × s+10. സോ അതിന് നമുക്ക് ടൈം കോൺസ്റ്റൻസ് കിട്ടുക ഏതൊക്കെയാണ്? τ1 =
1 and tau 2 equal to 0.1. So right away we can say that s plus 1 corresponding ആയിട്ടുള്ള dominant pole ആയിരിക്കും, s plus 10 corresponding ആയിട്ടുള്ള insignificant pole ആയിരിക്കും. Okay, and by using partial fraction method നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ we get the impulse response as 1 by 9 e to the power of minus t plus minus 1 by 9 e to the power of minus 10t. ഓക്കെ, അത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഈ ഇ ടു ദ പവർ ഓഫ് മൈനസ് ടി ഉള്ളത് ഒരു സിംപ്ലി ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ വിത്ത് ടൈം കോൺസ്റ്റൻറ്റ് 1. സോ ഇതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റ് അത് 5 seconds ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻറ്റ് ഈസ് 0.1. സോ ഇത് ഒരു ഡീക്കേയിങ് എക്സ്പോണൻഷ്യലിൽ ഇൻവേർട്ട് ചെയ്തതാണ്, മൈനസ് ചെയ്തതാണ്. സോ മൈനസ് 1 by 9 നിന്ന് സ്റ്റഡി സ്റ്റേറ്റിൽ 0 പോകുന്നൊരു ചേഞ്ചാണ് ഇത്. സോ ഇതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് 0.1 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് വി ആർ അസ്യൂമിങ് ടു ബി വാട്ട് 0.5. സോ നമ്മൾ ലാർജർ പിക്ചർ നോക്കുമ്പോൾ നമ്മളതിൻ്റെ സം എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇത് സീറോയിൽ എന്താണ് വാല്യൂ 1 by 9 minus 1 by 9 which is 0. ഈ 0.5 എത്തുമ്പോൾ ഇത് 0 ആവും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് 0.5 ഇവിടെ ആണെങ്കിൽ 0.5 ശേഷം ഈ സാധനം ഇല്ല, ഇറ്റ് ഇസ് വി ആർ അസ്യൂമിങ് ഇറ്റ് ടു ബി ഇൻ സ്റ്റഡി സ്റ്റേറ്റ് വിച്ച് ഇസ് 0. പിന്നെ എല്ലാം ഇതിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ആർക്ക് പാത്ത് ട്രേസ് ചെയ്തിട്ട് ഇതിന് ശേഷം 0.5 ശേഷം നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാം. 0.5 വരെയാണ് ഇതിന് എഫക്റ്റ് ഉള്ളത്. സോ 0.5 വരെ ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് 0യിൽ നിന്ന് പതുക്കെ കൂടി ഇവിടം വരെ എത്തും. ഓക്കെ, സോ നമുക്ക് ഈ ഡോമിനൻറ്റ് പോളും ഇൻസിഗ്നിഫിക്കൻറ്റ് പോളുമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ വേണമെങ്കിൽ നമ്മൾ ഒരു ഡോമിനൻറ്റ് പോൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം നമ്മൾ വി ആർ കൺസിഡറിങ് സ്റ്റെബിലിറ്റി ഓർ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, സോ വി ക്യാൻ അവോയ്ഡ് ദിസ് സോർട്ട് ഓഫ് ടാൻഷ്യൻറ്റ് ബിഹേവിയർ. സോ വാട്ട് ഡു വി ഡു, നമ്മൾ ഇതിനെ ഇങ്ങോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ ഗെയിൻ, സിസ്റ്റം ഗെയിൻ വിച്ച് ഇസ് k equal to 0.1 അത് മെയിൻറ്റെയിൻ ചെയ്യണം. സിസ്റ്റം ഗെയിൻ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ, സിസ്റ്റം ഗെയിൻ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈം റെസ്പോൺസും അങ്ങനത്തെ കാര്യങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഗെയിൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എന്താണ് ഈ ഇതിനെ നമ്മൾ പോൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ടോ ഈക്വൽ ടു 1 എന്ന് പറയുന്നതിൻ്റെ ഡോമിനൻറ്റ് പോളിൻ്റെ പോൾ മാത്രം എടുക്കാം. പക്ഷേ നമുക്കവിടെ 1 by 9 ഇടാൻ പറ്റില്ല, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. സോ 1 by 9 പറ്റില്ല, 1 by 10. അതിൻ്റെ കറസ്പോണ്ടിങ് എന്താണ് ഇതെൻ്റെ എന്തായിരിക്കും, ചേഞ്ച് എന്തായിരിക്കും, ടൈം റെസ്പോൺസ് എന്തായിരിക്കും, 1 by 10 ഇൻറ്റു e to the power of 9t, e to the power of minus t. സോ ഇത് -9 കുറച്ചുകൂടെ മുകളിലോട്ട് പോകുന്നതിന് വരെ -10 കുറച്ചുകൂടെ താഴെ വരും. ഈ 5 വരെ ചേഞ്ച് ഉണ്ടാവില്ല, ഇവിടെ സ്ലൈറ്റ്ലി ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ഹൗ യു അപ്രോക്സിമേറ്റ്. അപ്പോൾ ഇതിൽ ഇത്രയും പറഞ്ഞ് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ ഡോമിനൻറ്റ് പോൾ എടുക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡു ഇറ്റ് വെരി സിംപ്ലി. സപ്പോസ് ഡു ദ സെയിം തിങ്, ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ ഫോർ ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിച്ച് ഇസ് 1 by s plus 1 into s plus 10 into s plus 100. Okay, so right away we can take out find the gain which is k equal to 0.001 and the 3 time constants which is t1, 0.1 and 0.01. So we right away our tau 1 greater than 5 tau 2 and tau 1 greater than 5 tau 3. So this is നമുക്ക് insignificant poles ആയിട്ട് അങ്ങ് eliminate ചെയ്യാം. So we have dominant pole which is equal to tau 1 equal to 1 and we have to maintain a gain of 0.001. So what will be the pole be? S plus 1. What will the gain be? 0.001. ഇത്ര പെട്ടെന്ന് തീരുന്ന കാര്യമാണ്. മറ്റേത് നേരത്തെ
അതെങ്ങനെ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ എടുത്താൽ തെറ്റില്ല എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. Okay, and the last portion was when we are looking for system stability, we can നമുക്ക് ടൈം റെസ്പോൺസ് അറിയാമെങ്കിൽ we can substitute t tends to infinity. കാരണം അതിൽ സ്റ്റേബിൾ ആണോ ഇല്ല എന്നാണ് നമുക്ക് അറിയേണ്ടത്. And if that is a finite value, system is stable. If that is an infinite value that you are getting at t tends to infinity, system is unstable. But the problem is നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു പ്രോപ്പർ ടൈം റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പാടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ. നമ്മുടെ ഈ മാനിപ്പുലേഷൻസ് മെജോറിറ്റി നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോംഡ് ഡൊമൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് തിരിച്ച് പലപ്പോഴും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇഫ് യു നോ ദ ടൈം റെസ്പോൺസ് ഇറ്റ് ഇസ് സിമ്പിൾ, ജസ്റ്റ് പുട്ട് t tends to infinity. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത 1-2 ക്ലാസ്സസ് ഓൺലൈൻ ആയിരിക്കും. സോ അതിനും ലെക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാം.